വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നു. കെ സുധാകരന് NM വിജയൻ കത്ത് അയച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് ഈ മൊഴിയെടുക്കുന്നത്. 2020 കെ സുധാകരൻ എഴുതിയ കത്ത് പോലീസ് കണ്ടെത്തിയിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത വീണ്ടും വയനാട്ടിൽ നിന്ന് ചേരും. സുർജിത്ത്, പറയൂ. SKN ഇതൊരു നടപടിക്രമം എന്നുള്ള തരത്തിലാണ് പോലീസ് പറയുന്നത്. കാരണം കെ സുധാകരന് NM വിജയൻ പരാതി അയച്ചിരുന്നു. ആ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു മൊഴിയെടുക്കൽ നടക്കുന്നത്. അതൊരു ചോദ്യം ചെയ്യലല്ല എന്ന് തന്നെ പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത്തരത്തിൽ അത് അദ്ദേഹത്തിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നീക്കത്തിൽ നടക്കുന്നത്? അത് ഉടനടി ഉണ്ടാകില്ല. അടുത്ത ദിവസങ്ങളിലായി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കൂടി മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ 3 കത്തുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന്, മകന് എഴുതി വെച്ച കത്ത്. ആ കത്താണ് ആത്മഹത്യാ കുറിപ്പായി പോലീസ് കണക്കാക്കുന്നത്. NM വിജയൻ ഏറ്റവും ഒടുവിൽ എഴുതിയ കത്തും അതുതന്നെയാണ്. പിന്നെ അതുകൂടാതെ കോൺഗ്രസ് നേതാക്കൾക്ക് അയച്ച മറ്റൊരു കത്തുണ്ട്. ഒപ്പം തന്നെ ഈ കത്തുകളുടെ എല്ലാം തന്നെ സംക്ഷിപ്ത രൂപമായി മറ്റൊരു കത്ത് കൂടിയുണ്ട്. ഈ 3 കത്തുകളാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. അത് കൂടാതെ മറ്റൊരു കത്ത് കൂടിയുണ്ട്. അതൊരു ഡ്രാഫ്റ്റാണ്. 2022 KPCC പ്രസിഡന്റിന് അയക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ച ആ ഒരു ഡ്രാഫ്റ്റ് എന്നുള്ള നിലയിൽ വെട്ടിയും തിരുത്തിയുമുള്ള ഒരു കത്താണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കയ്യക്ഷര പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അത് കോടതിയുടെ അനുമതി കൂടി തന്നെ പോലീസ് അതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധന അടക്കമുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്ന് വരികയാണ്. എന്തായാലും നേതാക്കളുടെ ചോദ്യം ചെയ്യൽ ഇന്നും നടക്കുന്നുണ്ട്. KK ഗോപിനാഥിന്റെയും ഒപ്പം തന്നെ ND അപ്പച്ചന്റെയും ചോദ്യം ചെയ്യൽ ഇന്ന് നടക്കുന്നുണ്ട്. ഈ കേസിലെ പ്രതികളാണ് ഇവർ. IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യലും ഉണ്ടാകും. അത് 23 മുതൽ 24, 24, 25 തീയതികളിൽ അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇന്നലെ ഈ KK ഗോപിനാഥിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിക്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നും ഇരുവരെയും ചോദ്യം ചെയ്യൽ തുടരും. SKN. താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.